നമസ്കാരം. ഞാൻ ഡോക്ടർ മൃദുല പരമേശ്വരൻ. ഞാൻ തിരുവനന്തപുരം ഗവൺമെൻറ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ടൂത്ത് അവൾഷൻ അഥവാ പല്ല് വേരോടുകൂടി അതിൻ്റെ സോക്കറ്റിൽ നിന്ന് ഇളകി പോവുകയാണെങ്കിൽ എന്തെങ്കിലും അപകട കാരണത്താൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. കോണ്ടാക്ട് സ്പോർട്സ്, അതായത് റെസ്ലിംഗ്, ബോക്സിംഗ്, അല്ലെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കാരണം, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള എന്തെങ്കിലും അസോൾട്ട് കാരണമൊക്കെ നമ്മുടെ പല്ല് ചിലപ്പോൾ അതിനേൽക്കുന്ന ക്ഷതം കൊണ്ട് വേരോടുകൂടി അതിൻ്റെ സോക്കറ്റിൽ നിന്ന് ഇളകി തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ തിരിച്ച് നമ്മൾക്ക് വയ്ക്കാനായിട്ട് സാധിക്കുമോ? അതിന് വിജയ സാധ്യതയുണ്ടോ? തീർച്ചയായും അതിനെ നമ്മൾക്ക് തിരിച്ച് അതിൻ്റെ സോക്കറ്റിലേക്ക് തിരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. അതിന് പറയുന്ന പ്രൊസീജിയറാണ് റീപ്ലാന്റേഷൻ. അപ്പോൾ ഇതിലെ വിജയത്തിനെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഈ പല്ല് തിരിച്ച് സോക്കറ്റിലേക്ക് വെക്കുന്നു, അത് എങ്ങനെ ആ പല്ല് നമ്മൾ ഡെന്റൽ ക്ലിനിക്കിലേക്ക് എത്തിക്കുന്നു എന്നതനുസരിച്ച് ഇരിക്കും. അപ്പോൾ അതിന് നമ്മുടെ വിക്റ്റിമായ ആളുടെ കൂടെ അവിടെ നിൽക്കുന്ന ആളുകളാണ് അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കേണ്ടത്. ഒരുപക്ഷെ രക്ഷകർത്താക്കളായിരിക്കാം, സ്കൂളിലാണെങ്കിൽ സ്കൂൾ അധികൃതരോ, അല്ലെങ്കിൽ റോഡിലാണെങ്കിൽ ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ അവരെങ്ങനെയാണ് ഈ തെറിച്ചു പോയ പല്ല് കിട്ടുകയാണെങ്കിൽ അതെങ്ങനെ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് എത്തിക്കുന്നത് നമുക്കൊരു സ്റ്റോറേജ് മീഡിയം ആവശ്യമാണ്. എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത്? നമ്മൾ വായ്ക്കകത്ത് കാണുന്ന പല്ലിൻ്റെ ഭാഗമാണ് ക്രൗൺ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗത്ത് തൊടാൻ പാടില്ല. കാരണം അവിടെ നമ്മുടെ പല്ലിനെ എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്ന, വേരിനെ എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചില സപ്പോർട്ടിംഗ് ടിഷ്യൂസ് ഉണ്ട്, പെരിഡോണ്ടൽ ലിഗമെന്റ് കോശങ്ങൾ എന്ന് പറയും. അത് ഏറ്റവും വയബിൾ ആയിട്ട് ജീവനോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മൾ റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പല്ല് തിരിച്ച് എല്ലിലേക്ക് ബലപ്പെട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും ആ പല്ലിൻ്റെ വേരിൻ്റെ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരിക്കലും അത് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട് പാടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പെരിഡോണ്ടൽ ലിഗമെന്റ് കോശങ്ങൾ വയബിൾ ആയിട്ടിരിക്കണമെങ്കിൽ അത് എപ്പോഴും വെറ്റായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾക്കത് സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു സ്റ്റോറേജ് മീഡിയം ആവശ്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ HBSS എന്നൊക്കെ പറയുന്ന ഹാങ്സ് ബാലൻസ് സോൾട്ട് സൊല്യൂഷൻ, അല്ലെങ്കിൽ വയാസ്പാൻ, ഈവൻ കോൺടാക്ട് ലെൻസ് സൊല്യൂഷൻ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ സയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന സൊല്യൂഷൻസ്. പക്ഷേ ഇപ്പം പെട്ടെന്ന് നമുക്ക് അതൊന്നും കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് പേഷ്യൻറ്റിൻ്റെ തന്നെ, വിക്റ്റിമിൻ്റെ തന്നെ ഉമിനീര്, അതാണ് ഏറ്റവും നല്ല സ്റ്റോറേജ് മീഡിയം. അപ്പോൾ പേഷ്യൻ്റ് വിക്റ്റിം കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ, ബോധത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ, നമ്മൾക്ക് പേഷ്യൻ്റെ നാക്കിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കവിളിൻ്റെ സൈഡിലോ ആ പല്ല് വെച്ച് കൊണ്ടുവരാവുന്നതാണ്. ഇനി അങ്ങനെ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടെയ്നറിലേക്ക് പേഷ്യൻ്റെ ഉമിനീര് കളക്ട് ചെയ്തിട്ട് അതിൽ ആ പല്ല് വെച്ച് കൊണ്ടുവന്നാലും മതിയാകും. ഇനി അതിന് പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണ് പാസ്ചറൈസ്ഡ് മിൽക്ക്, പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാല്, അതിൽ ഇട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാല് അതിലിട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അല്ലെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ള, അത് ഒരുപാട് അമിനോ ആസിഡ്സും ധാതുക്കളും ഒക്കെയുള്ള ഒരു ലിക്വിഡാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഇളകിപ്പോയ പല്ല് വെച്ച് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 6 മണിക്കൂർ വരെ ഈ പെരിഡോണ്ടൽ ലിഗമെന്റ് സെൽസ് വയബിൾ ആയിട്ട് തന്നെ അതിലിരിക്കുമെന്നാണ് ഗവേഷണം കാണിച്ചിരിക്കുന്നത്. അപ്പം മുട്ടയുടെ വെള്ള വളരെ നല്ലൊരു സ്റ്റോറേജ് മീഡിയമാണ്. ഇനി അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കരിക്കിൻ വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നോർമൽ സലൈൻ, എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് നോർമൽ സലൈൻ, 0.9% സലൈൻ സൊല്യൂഷൻ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ധാതുക്കളോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീനോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു 45 മിനിറ്റ് വരെയൊക്കെ നമ്മൾക്ക് ഈ കോശങ്ങളെ വയബിൾ ആക്കി വെക്കാനായിട്ട് നോർമൽ സലൈന് കഴിയും. ഇനി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ, ടാപ്പ് വാട്ടറിലെങ്കിലും ഇട്ട് വേണം നിങ്ങളിത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നെ എത്ര നേരത്തിനകം നമ്മളിത് തിരിച്ച് റീപ്ലാന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള ഫാക്ടർ, അല്ലെങ്കിൽ വിജയസാധ്യതയ്ക്കുള്ള നിർണ്ണയിക്കുന്ന ഫാക്ടർ. അത് 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റിനകം നമ്മളിത് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ സമയം കൂടും തോറും ഇതിൻ്റെ റീപ്ലാന്റേഷൻ്റെ സക്സസ് റേറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. 60 മിനിറ്റ്, അതായത് ഏകദേശം 1 മണിക്കൂറിന് ശേഷമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിജയസാധ്യത വളരെ കുറവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോക്കറ്റിലേക്ക് നമുക്ക് പതുക്കെ ഈ പല്ല് വളരെ പ്രഷർലെസ് ആയിട്ട് വളരെ ചെറിയ പ്രഷറോടുകൂടി തിരിച്ചു വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പോകരുത്. നേരെ സ്റ്റോറേജ് മീഡിയത്തിലിട്ട് ഡെന്റൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം.
ഇനി ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ചെയ്യുക എന്നുള്ളത് ഈ സോക്കറ്റിനകത്ത് എന്തെങ്കിലും കട്ടകളോ ക്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് തിരിച്ച് അതിനെ പതുക്കെ റീപൊസിഷൻ ചെയ്യുന്നു. എന്നിട്ട് ഒരു ചെറിയ കമ്പിയുടെ സഹായത്തോടുകൂടി, ഫ്ലെക്സിബിൾ സ്പ്ലിൻ്റ് എന്നാണ് പറയുക, കോമ്പോസിറ്റ് പോലെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഈ പല്ലിനെ നമ്മൾ അടുത്ത പല്ലുകളുമായിട്ട്, ഉറച്ചിരിക്കുന്ന പല്ലുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതായത് അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അത് മാറാതിരിക്കാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഫ്ലെക്സിബിൾ സ്പ്ലിൻറ്റ്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ആക്സിഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വേരിൽ അഴുക്കോ പൊടിയോ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കൈകൊണ്ട് അത് റബ്ബ് ചെയ്യാൻ പാടില്ല. വെള്ളത്തിൻ്റെ അടിയിൽ ജസ്റ്റ് റണ്ണിങ് വാട്ടറിൻ്റെ അടിയിൽ ക്രൗണിൽ പിടിച്ചുകൊണ്ട് അത് കഴുകി വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റോറേജ് മീഡിയത്തിലേക്ക് ഇടാൻ. അങ്ങനെ നമ്മൾ റീപ്ലാന്റ് ചെയ്ത പല്ല് ഫ്ലെക്സിബിൾ സ്പ്ലിൻറ്റ് കൊടുത്ത് ഒരു 7 തൊട്ട് 14 ദിവസം വരെ, ഏകദേശം 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ റീകോൾ ചെയ്യും. അന്നേരം ഏകദേശം മിക്കവാറും കേസുകളിൽ നമ്മൾ പെട്ടെന്ന് റീപ്ലാന്റ് ചെയ്തതാണെങ്കിൽ പല്ല് ഉറച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് പേഷ്യൻറ്റിന് നമ്മൾ സോഫ്റ്റ് ഡയറ്റായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കട്ടിയുള്ള ആഹാരങ്ങളൊന്നും കഴിക്കരുത്. പല്ല് താഴത്തെ പല്ലും അല്ലെങ്കിൽ മുകളിലത്തെ പല്ലുമായിട്ട് തട്ടാത്ത രീതിയിലാക്കിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടായിട്ട് സപ്ലിമെൻ്ററി ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും എല്ലാം പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾക്കിത് റൂട്ട് കനാൽ തെറാപ്പി ചെയ്ത് തന്നെ വെക്കേണ്ടി വരും. കാരണം ഈ പല്ലിനകത്തുള്ള ഡെൻ്റൽ പൾപ്പ്, അതിൻ്റെ ദന്തമജ്ജ എന്ന് പറയുന്നത് മിക്കവാറും ഡെഡായി പോയിരിക്കാനാണ് സാധ്യത. കാരണം പല്ല് വെളിയിലേക്ക് വന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആ അപ്പോയിൻമെൻറ്റിലായിരിക്കും മിക്കവാറും റൂട്ട് കനാൽ തെറാപ്പി ചെയ്യുന്നത്. ഇനി 60 മിനിറ്റിന് ശേഷമാണ് നിങ്ങൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നതെങ്കിൽ നമ്മൾക്ക് പുറത്ത് വെച്ച് തന്നെ റൂട്ട് കനാൽ തെറാപ്പി ചെയ്തതിന് ശേഷം പല്ല് റീപ്ലാന്റ് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ വൺസ് ഈ പല്ല് നമ്മൾ ആ കറക്റ്റ് പൊസിഷനിലേക്ക് ഉറച്ചു കഴിഞ്ഞ് റൂട്ട് കനാൽ തെറാപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമെങ്കിൽ പല്ലിന് ക്രൗണോ വെനീറോ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പല്ല് വേരോടുകൂടി സോക്കറ്റിൽ നിന്ന് ഇളകിപ്പോയാൽ, ടൂത്ത് അവൽഷൻ വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യേണ്ട രീതി. താങ്ക് യു.